ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേച്ചി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേച്ചി. പുതിയ സെക്രട്ടറി ഇന്ന് തന്നെ ചാർജ് എടുക്കുന്നാണല്ലോ സാറേ കേട്ടത്. ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ നിന്നോ. അയാൾ മനുഷ്യപ്പറ്റില്ലാത്ത ആളാണെന്നാ കേട്ടത്. അയാൾ വന്നാൽ ഇനി എന്താവോ എന്തോ. എന്തായാലും ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം. അല്ല എന്ത് ചെയ്യാനാ. ആ ബാഹുലയൻ സാറായിരുന്നപ്പോ എന്തിനൊക്കെ പറഞ്ഞു ഇനി കണ്ടറിയാം. പണ്ടിവിടെ ആയിരുന്നല്ലോ. എനിക്ക് നന്നായിട്ടറിയാം. പ്രശ്നക്കാരനാണോ? പ്രശ്നക്കാരനാണോന്നോ? ഇടം വലം തിരിയാൻ അയാൾ സമ്മതിക്കല. പട്ടാളച്ചിട്ടേ എന്തൊക്കെ നടക്കുമെന്ന് ആർക്കറിയാം. പ്രശ്നമാവോ നോക്കാം. സാർ ഞാൻ ജെയിംസ്. ഇത് അഗസ്റ്റിൻ സാർ. നമസ്കാരം സാർ. ഞാൻ സത്യൻ. രാജീവ്. സാർ ഞാൻ ജാനകി. ഇവരിതുവരെ പോയില്ലേ? കാലം കുറെ ആയല്ലോ. സാർ ഞങ്ങളിതൊക്കെ സർക്കാരിന്റെ കാശെടുത്തിട്ടാണോ ഈ ആഡംബരവും യാത്രയായി പോക്കെ? അയ്യോ അല്ല സാർ, ഇത് ഞങ്ങളെല്ലാവരും കൂടി പിരിവെടുത്ത് ഓർഗനൈസ് ചെയ്ത ഒരു ചടങ്ങാ. അവരിവിടെ കുറെ കാലം കൂടെ ഉണ്ടായിരുന്നോ സാറേ? ഇതിനൊക്കെ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഒരു റോസാപ്പൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നല്ലേ ഈ കണ്ട വെഞ്ചാമരവും താലപ്പൊലിയൊക്കെ? നിങ്ങളുടെ കെട്ടിയോൻ പോയപ്പോ ദാനം കിട്ടിയ ജോലിയല്ലേ ഇത്? സ്ഥിര ഉദ്യോഗമൊന്നും അല്ലല്ലോ, ടെമ്പററി അല്ലേ. ഞങ്ങളൊക്കെ ഗവൺമെന്റ് സ്റ്റാഫാ. കരഞ്ഞും കാലുപിടിച്ചും ഇവിടെ കുറെ കാലം ഒട്ടിപ്പിടിച്ച് കിടന്നു എന്ന് കരുതി ഒടുക്കത്തെ ഒരു യാത്രയയപ്പ്. കേറി വരുമ്പോ ഇതിനൊക്കെ കാണുന്നതേ ഇറണക്കേടാ. മാറ്. അയ്യോ എന്തുപറ്റി ചേച്ചി? അമ്മയ്ക്ക് അറിയോ അയാളെ? എന്തുപറ്റി? ഓഫീസിലേക്ക് പോകാൻ തന്നെ തോന്നില്ല. എന്ന് പറഞ്ഞാ എങ്ങനെയാ മുകുന്ദേട്ടാ? നമുക്കാകെ 5-10 കൈ കിട്ടുന്നതല്ലേ, പോവാതിരുന്ന എങ്ങനെയാ? ഈ ഏയോ വന്നത് പിന്നെ ഒരു നല്ല വാക്ക് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല. ഒന്ന് ചിരിച്ചിട്ട് പോലുമില്ല. ചീത്ത വിളിക്ക് ഒച്ചെടുക്കലിനും ഒരു കുറവുമില്ല. ചിലരങ്ങനെയാ മുകുന്ദേട്ടാ. അയാൾ എല്ലാവരോടും അങ്ങനെയാന്നല്ലേ പറഞ്ഞേ? എന്നാലും ഉള്ളതിൽ താഴെ കിടക്കുന്ന ഞാനല്ലേ, എനിക്കിട്ടല്ല. പോട്ടെ മുകുന്ദേട്ടാ, നമുക്കൊരു പെങ്കൊച്ചല്ലേ വളർന്നു വരുന്നേ, അതെങ്കിലും ഒന്ന് ആലോചിക്കേ. പോയിട്ട് വാ, ചെല്ലേ. ഒന്ന് ചിരിച്ചോണ്ടൊക്കെ പോ.
ഭക്ഷണം മൊത്തം കഴിക്കണം കേട്ടോ. ദാ. തന്നെയൊക്കെ ആരാടാ ജോലിക്കെടുത്ത്? ഫയലുണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നു. ശമ്പളം എണ്ണി വാങ്ങിയാൽ മാത്രം പോരടോ, ജോലി ചെയ്യണം. ഇറങ്ങിപ്പോ. രാവിലെ കുളിച്ചൊരുങ്ങി വന്നോളും ബാക്കിയുള്ളവന് പണിയുണ്ടാക്കാൻ. അമ്മേ, ഈ മില്ലേനി എന്ന് പറഞ്ഞ എന്താ? മില്ലേനി എന്ന് പറഞ്ഞാ സഹസ്രാബ്ദം, 1000 വർഷം. ദീപാവലിനെക്കാളും വലുതാ? എല്ലാരും പടക്കം പൊട്ടിക്കുന്നുണ്ടല്ലോ. 2000 തുടങ്ങുകയല്ലേ അമ്മുക്കുട്ടി? അച്ഛൻ വരുമ്പോ എനിക്കും പടക്കം വേണം. അച്ഛൻ ഇന്ന് നേരത്തെ വരും. അതെ, ഈ കൊടമ്പളി മീൻകറിയുടെ കാര്യം അമ്മ പറഞ്ഞിട്ടില്ല കേട്ടോ. അച്ഛനെ വലിയ ഇഷ്ടല്ലേ? സന്തോഷാവും. പിന്നെ എന്റെ അമ്മുക്കുട്ടി പറയുന്ന എന്തും അച്ഛൻ സാധിച്ചു തരും. ആ, അച്ഛനാ തോന്നുന്നുണ്ട്. മോളൊന്ന് പോയി നോക്കിക്കേ. ശരി അമ്മേ. അമ്മേ, സുഖമാമനാ? ആ അതാ വരുന്നേ. എന്താ അത് പിന്നെ എന്താ സുഖേട്ടാ? താൻ പറ. എന്താ കാര്യം? അത് എന്താ എന്താ സുഖേട്ടാ? ഞാൻ പറയുന്നതൊന്ന് സമാധാനമായിട്ട് കേക്ക്. മുകുന്ദൻ എന്നിട്ട് അയ്യോ 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 മുകുന്ദേട്ടാ. അമ്മേ, താൽക്കാലിക സർവീസിലായിരുന്നെങ്കിലും മുകുന്ദേട്ടൻ മരിച്ചതുകൊണ്ട് എനിക്ക് ടെമ്പററി ആയി ഓഫീസിൽ ജോലി കിട്ടി. എൻ്റെ പഠനത്തിനനുസരിച്ചായതുകൊണ്ട് സ്വീപ്പർ ജോലി. അപ്പോഴും ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ. ഇന്ന് ഞാനും പടിയിറങ്ങുക. ചേച്ചി പഴയ കഥയൊക്കെ മറന്നേക്ക്. എന്തിനീ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
ഇന്നും കൂടിയല്ലേ ഉള്ളൂ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം. ആ പിന്നെ ഞാൻ പോയി നമ്മുടെ സാറിനോടെ സർക്കാർ വണ്ടി എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചിട്ട് വരാം. ചേച്ചി വീട്ടിലോട്ടൊന്ന് വിടണ്ടേ? അയ്യോ അല്ല അതാണല്ലോ അതിന്റെ ഒരു മര്യാദ. അല്ല അതൊന്നും വേണ്ട. ആ, അതൊന്നും കുഴപ്പമില്ല. ചേച്ചി അവിടെ നിൽക്ക്. സാറൊന്നും പറഞ്ഞില്ല. എന്തോന്ന്? DTPC സെക്രട്ടറിയുടെ വണ്ടി, അതും ഒരു സൂപ്പറെ വീട്ടിലോട്ട് അയക്കാൻ. ഇനി ഞാൻ അവര് പോകുന്ന വഴിയിൽ പരവതാനി വിരിക്കണമല്ലോ. എടോ തനിക്കൊന്നും നാണമില്ലടോ. ഛേ എടോ, അവര് വെറും ഒരു സൂപ്പറാ. നമ്മൾ ചവച്ചതും തുപ്പുന്നതും കളയുന്നതും ഒക്കെ വാരിക്കളയേണ്ട ബാല്യക്കാരി, ടെമ്പററി സ്റ്റാഫ്. പിന്നെയാ പ്രോട്ടോക്കോളും യാത്രയപ്പും ഒക്കെ. താൻ വയ്ക്കോ, ഫയലുകൾ മൊത്തം എനിക്കിപ്പം കാണണം. ഇവിടെ ആകെ കുത്തൊഴിഞ്ഞ് കിടക്കുക. പൊക്കോ. പിന്നെ വണ്ടി ആ ഓക്കെ ഓക്കെ. മാഡം വരണം മാഡം, ഓഫീസിലോട്ടിരിക്കാം. എന്താ മാഡം പെട്ടെന്നൊരു അറിയിപ്പില്ലാതെ? പ്രത്യേകിച്ചൊന്നുമല്ല, ഇതുവഴി പോയപ്പോൾ കയറിയതാ. ഇന്നെന്തോ യാത്രയപ്പൊക്കെ ഉണ്ടല്ലോ. അത് മാഡം എല്ലാം ഒന്ന് കാണാലോ. മിനിസ്റ്ററിൽ നിന്നൊരു ഓർഡർ ഉണ്ട്, ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു വിസിറ്റ് വേണമെന്ന്. കയറി വരണം. ഓക്കെ. ഇതാ മാഡം. വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന സ്ത്രീയാ രത്നമ്മ ചേച്ചി. സ്വീപ്പറാ. അപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് നടക്കട്ടെ, ഞാനും വരാം. സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും കൂടി നമ്മുടെ രത്നമ്മ ചേച്ചിയെ യാത്ര അയക്കാൻ ഒരുക്കിയ ഈ യോഗത്തിൽ വളരെ അപ്രതീക്ഷിതമായി ഒരു വിശിഷ്ടാതിഥി എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സബ് കളക്ടർ അമൃത മാഡം. അതേപോലെ തന്നെ നമ്മുടെ പുതിയ സെക്രട്ടറി ശ്രീ സുദർശൻ സാർ ചാർജ് എടുത്തിരിക്കുന്ന ദിവസം കൂടിയാണെന്ന്. അദ്ദേഹം ഈ ഓഫീസിൽ വളരെ കാലം മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെയധികം പ്രത്യേകതയുള്ള ഈ ദിവസം ചേച്ചിയെ യാത്ര അയക്കാൻ സാധിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും ആദരവ് ഏറ്റുവാങ്ങാനായി രത്നമ്മ ചേച്ചിയെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി 2 വാക്ക് സംസാരിക്കാൻ ചേച്ചി ക്ഷണിച്ചോളുന്നു. നമസ്കാരം. വേദിയിലും സദസ്സിലൊരുക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ജോലിയിൽ പുതിയതാണ്. സബ് കളക്ടറായിട്ട് ജോയിൻ ചെയ്ത ആദ്യ ദിവസവും കൂടിയാണ്. എന്തിന് സിവിൽ സർവീസ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം തേടുകയായിരുന്നു ഞാൻ. കൃത്യമായി ജോലി ചെയ്താൽ നമ്മുടെ ചുറ്റിനുമുള്ള സാധാരണക്കാരോട്
ഇത്രയും അധികം സംവദിക്കാനും അവരെ സഹായിക്കാനും കഴിയുന്ന മറ്റൊരു ജോലി ഉണ്ടാകുമോ എന്നത് എനിക്ക് സംശയമാണ്. പക്ഷേ ഒരു സിവിൽ സർവന്റിന്, അല്ലെങ്കിൽ എന്നെപ്പോലൊരു തസ്തികയിൽ ഇരിക്കുന്ന ഒരാൾക്ക് അതിനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ഒരു മനുഷ്യനെന്ന നിലയിൽ തന്റെ ചുറ്റിനുമുള്ളവരെയും സഹജീവികളെയും ചേർത്ത് പിടിക്കാനും സ്നേഹത്തോടെയും കരുണയോടും കൂടി പെരുമാറാനും വീണു പോകുന്നവർക്ക് കൈത്താങ്ങാകാൻ കഴിയുന്ന ഒരു സഹായം ചെയ്യാം. ചുവപ്പ് നാടയിൽ കുരുങ്ങിപ്പോകുന്ന പാവപ്പെട്ടവരുടെ പരിവേദനങ്ങൾക്ക് നിയമത്തിനേക്കാൾ ഉപരി മനുഷ്യത്വത്തിന്റെ കണ്ണിലൂടെ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിയമത്തിന്റെ ചട്ടവട്ടങ്ങളിലോ അളവുകോലുകളിലോ അല്ല, സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും ചേർത്ത് പിടിക്കലുകളിലാവണം ഓരോ പൊതുജന സേവകനും പ്രവർത്തിക്കേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉയർന്ന ജോലിയായി കണ്ടോ സാമ്പത്തിക ലക്ഷ്യം നേട്ടമിട്ടോ ആവരുത്. ഒരു നല്ല മനുഷ്യനാവാൻ വേണ്ടി ആവണം നീ ഈ ജോലിയിൽ എത്തിപ്പെടേണ്ടതെന്ന് എന്നെ പറഞ്ഞു പഠിപ്പിച്ച ഒരു സൂപ്പർ ഹീറോ ഉണ്ട്. വളരെ ദരിദ്രമായ ചുറ്റുപാടിൽ നിന്ന് ആഗ്രഹത്തിന്റെ ഊർജം ഊതി കനലാക്കി എന്നെ ഇവിടെ വരെ എത്തിച്ച ഒരു സൂപ്പർ ഹീറോ. ആ ഹീറോ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ ചപ്പുചവറുകളും മാറാലയും തൂത്തുകളയുന്ന, ഇവിടുത്തെ അഴുക്കും പൊടിപടലങ്ങളും തുടച്ചു മാറ്റുന്ന അതേ ആള് തന്നെയാ എൻ്റെ ജീവിതത്തെയും സ്ഫുടം ചെയ്ത് വെടിപ്പാക്കി ഒരു സമ്മാനം പോലെ എനിക്ക് തിരിച്ചു തന്ന എൻ്റെ സൂപ്പർ ഹീറോ. നിങ്ങളുടെ എല്ലാം തൂപ്പുകാരി രത്നമ്മ ചേച്ചി. എൻ്റെ ഈ അമ്മ. പാതി വഴിയിൽ വീണുപോയ അച്ഛൻ ഞങ്ങളെ വിട്ടു പോകുമ്പോൾ എനിക്ക് 4 വയസ്സ്. അച്ഛൻ കൊടുത്ത 2 കമ്മലുകളായിരുന്നു അമ്മയുടെ ആകെ സമ്പാദ്യം. അത് വിറ്റിട്ടാ അമ്മ എനിക്ക് പുസ്തകങ്ങൾ വാങ്ങിച്ചു തന്നതും സ്കൂൾ ഫീസ് അടച്ചതും ഒക്കെ. അമ്മ എന്റെ രത്നമല്ലേ? അമ്മയ്ക്ക് എന്തിനാ പൊന്ന്? എന്റെ രത്നം, എന്റെ സൂപ്പർ ഹീറോ.
ഞാനിപ്പോൾ വരാം. വേണ്ട, എന്നെ സൂപ്പർ ഹീറോ ആക്കിയ അമ്മയുടെ കാര്യം മാത്രമേ ഞാനിവിടെ പറഞ്ഞുള്ളൂ. അമ്മയുടെ അധ്വാനം, ചേർത്ത് പിടിച്ചുള്ള സ്നേഹം, നല്ല വാക്കുകൾ ഒക്കെയുണ്ട്. അതിനപ്പുറം എല്ലാ മാസവും മുടങ്ങാതെ എത്തുന്ന ഒരു സഹായം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സഹായം. ശരിയാ, ദൈവം അദൃശ്യനാണ്. നമുക്കാണല്ലോ ദൈവത്തെ കാണാൻ കഴിയാത്തത്. ദൈവത്തിന് നമ്മളെ കാണാൻ കഴിയല്ലോ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ?